ഇന്നലെ ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 17 മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഞാനൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്പ് ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങളിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അത് നവകേരള സർവേ സുപ്രീം കോടതി അനുവദിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൂടാതെ ഞാൻ അതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, സുപ്രീം കോടതി നവകേരള സർവേ അനുവദിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്, അതുകൊണ്ട് അനുവദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തമ്പ് കൊടുത്തത്. ആ തമ്പ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അതുകൂടാതെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് രാഷ്ട്രീയമായി ഒരു ആരോപണമായി ഉന്നയിക്കുന്നതിന് പകരം ഹൈക്കോടതിയിലേക്ക് പോയത് മഹാ അബദ്ധമായി പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് രണ്ടും ഇന്നത് സംഭവിച്ചിരിക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് വലിയ നമ്മൾ പ്രവചനം വെറുതെ നടത്തുകയല്ല, നമ്മൾ വളരെ കൃത്യമായി ഡാറ്റകൾ പഠിച്ചുകൊണ്ടാണ്. ഹൈക്കോടതിയുടെ വിധി കൃത്യമായി വായിച്ചു നോക്കുന്ന ആർക്കും അറിയാം, അത് ടെക്നിക്കലായിട്ടുള്ള വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഗ്രൗണ്ടുമേലാണ് അത്തരത്തിലുള്ളൊരു വിധി ഉണ്ടായിട്ടുള്ളത്. സുപ്രീം കോടതിയിലേക്ക് പോയാൽ അത് മാറ്റിക്കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ മാറ്റിക്കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ആരും പോകില്ലല്ലോ, കാരണം അവിടെ നിന്ന് കൂടി ഒരു തിരിച്ചുള്ള ഒരു അടി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അത് വലിയ തോതിൽ ഡാമേജ് ഈ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ പിണറായി വിജയനുണ്ട്, അദ്ദേഹത്തിൻ്റെ സർക്കാരിനുണ്ട്. പിന്നെ ഞാനിങ്ങനെ ആദ്യമായിട്ടല്ല ഇത് പ്രവചിക്കുന്നത്. ഇപ്പം മറ്റു പല പ്രവചനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം 8 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് പ്രവചിച്ചതാണ്. അതിൽ 8ഉം തന്നെ വളരെ കൃത്യമായിരുന്നു. കർണാടക തെരഞ്ഞെടുപ്പ് മുതൽ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിലെ 2021 തുടർഭരണം മുതൽ എല്ലാം തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്ന ഒരാളാണ്. അതിൽ തെറ്റിപ്പോയത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അധികാരത്തിൽ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമാണ് 2024 തെരഞ്ഞെടുപ്പിൽ തെറ്റിപ്പോയത്. പകരം BJPക്ക് സീറ്റ് കുറയും, പക്ഷേ BJPയും NDAയും തന്നെ ഭരിക്കും എന്നൊക്കെ ഉള്ളതും ഞാൻ ക്രൈം ഓൺലൈനിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ തെരഞ്ഞെടുപ്പിന് 1.5 മാസം മുമ്പ് തന്നെ ഞാൻ വ്യക്തമായി കൃത്യമായി പറഞ്ഞിരുന്നു ഓരോ സ്റ്റേറ്റുകളിലും എന്താണ് സംഭവിക്കുക എന്നൊക്കെ ഉള്ളത്. അതെല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചാനലുകളിൽ വീഡിയോകളായി കിടക്കുന്നുണ്ട്. ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മാത്രമാണ് തെറ്റുപറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു. അത് 2019 എല്ലാ വോട്ട് വർദ്ധിച്ചിട്ടുണ്ടല്ലോ, 2014 കൂടുതൽ വോട്ടുകൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആ വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട് 2024 നമ്മൾ നോക്കുമ്പോൾ മറ്റു നിരവധി മണ്ഡലങ്ങളിൽ, അതായത് മലപ്പുറത്തടക്കം നിരവധി മണ്ഡലങ്ങളിൽ വോട്ടുകൾ അതുപോലെ വർദ്ധിച്ചില്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ. കാരണം ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 വോട്ടാണ് 2014 19 വർദ്ധിച്ചെങ്കിൽ 20,000 വോട്ടിൽ കൂടുതലല്ല, മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും കുറവാണ്. അതായത് 19,000 16,000 വോട്ടൊക്കെ മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളം മൊത്തം 7% വർധനമാണ്, 7.5% വർധനമാണ് 2019 14 അപേക്ഷിച്ച് ഉണ്ടായതെങ്കിൽ 2024 വരുമ്പോൾ അത് 6% കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ പഴയ എത്ര വോട്ടുകൾ കൂടിയില്ല മണ്ഡലങ്ങളിൽ എന്നുള്ളതാണ് ലോക്സഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ കൂടിയത് 5 മണ്ഡലങ്ങളിലാണ്. അതായത് 2019 താരതമ്യപ്പെടുത്തുമ്പോൾ കൂടിയത് ആകെ 5 മണ്ഡലങ്ങളിലാണ്. അതിലൊന്ന് നിങ്ങൾ അറിയേണ്ടത്, ഏറ്റവും ആദ്യത്തേത് തൃശ്ശൂരാണ്. തൃശ്ശൂരിലേക്ക് ഞാൻ തിരിച്ചു വരാം. രണ്ടാമത്തേത് ആലത്തൂരാണ്, അവിടെ 20,000-ലധികം വോട്ടുകൾ കൂടി. വടകരയിൽ 20,000-ഓളം വോട്ടുകൾ കൂടി. കൂടാതെ കോട്ടയത്ത് 5,000-ഓളം വോട്ടുകൾ കൂടി. പിന്നൊരു മണ്ഡലത്തിൽ കൂടിയത് കേവലം 1000-ൽ പരം വോട്ടുകൾ മാത്രമാണ്. അങ്ങനെ 5 സ്ഥലത്താണ് കൂടിയത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 2019 വളർച്ചയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വളർച്ച ഉണ്ടായിട്ടില്ല, അത് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ കുറഞ്ഞിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് കണ്ടെത്തിയത് ഏറ്റവും ആദ്യം ഞാനാണ് ആദ്യമായിട്ട് വീഡിയോ ചെയ്യുകയും ഞാൻ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരോട് അത് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്തിരുന്നു. കാരണം തൃശ്ശൂരിൽ 60-65,000 വോട്ടുകളാണ് 2014 അപേക്ഷിച്ച് 19 കൂടിയതെങ്കിൽ 2024 വരുമ്പോൾ ഏതാണ്ട് 1,46,000 വോട്ടുകൾ കൂടി. എന്ന് പറഞ്ഞാൽ സാധാരണ 2014 2019 കൂടിയത് 64,000 വോട്ടുകളാണെങ്കിൽ അത് കൂടാതെ അത് അത്രയും 64,000 വോട്ട് കൂടിയാൽ ശരി, അത് സാധാരണ ഒരു കൂടുതലാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അത് കൂടാതെ തന്നെ 80,000-ലധികം 85,000-ഓളം വോട്ടുകൾ തൃശ്ശൂരിൽ കൂടിയിരുന്നു എന്നുള്ളത് ആദ്യമായി തുറന്നു പറഞ്ഞതൊക്കെ ഞാനാണ്. അപ്പോൾ അത് ഈ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരോട് പറയുകയും ചില മാധ്യമങ്ങളോട് പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വോട്ട് ചോരിയൊക്കെ വന്നതിന് ശേഷമാണ് അത്തരത്തിലുള്ളൊരു കാര്യം ഇവർ കണ്ടെത്തുന്നതും പുറത്ത് പറയുന്നതും ഒക്കെ തന്നെ. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം. അത് കൂടാതെ വടകരയിലും ആലത്തൂരും മാത്രമേ ഇത്തരത്തിൽ വോട്ടുകൾ കൂടിയിട്ടുണ്ടായുള്ളൂ മേജറായി, പിന്നെ കോട്ടയത്തും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതേപോലെ ഒരു പ്രവചനവും കൂടി സത്യമായിരിക്കുന്നു. ഇനി രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു, ഇത് UDFന് വലിയ തിരിച്ചടിയാകുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമായി ഉന്നയിക്കുന്നതിന് പകരം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ആരോപണം
കോടതിയിലേക്ക് പോകരുതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം തൽക്കാലം എല്ലാ ചാനലുകളും ഇതെടുത്ത് ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് വലിയ തിരിച്ചടി എന്ന് പറഞ്ഞ് ആഘോഷിച്ചിരുന്നു എന്നുള്ളതൊക്കെ വാസ്തവമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് സുപ്രീം കോടതി ചോദിച്ചേക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ CPM-നും പിണറായി വിജയനും വലിയ ഗുണമാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചേക്കുന്നത്. 100 കണക്കിന് കോടി രൂപ, ആയിരക്കണക്കിന് കോടി രൂപ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് മുമ്പ് ഒരു നയം രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെൻറ് ഒരു സർവേ നടത്തിയാൽ അതിനെന്താണ് കുഴപ്പം, അത്തരത്തിലുള്ളൊരു പഠനം നടത്തിയാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ്. റിപ്പോർട്ട് ഞാൻ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, വായിച്ചിട്ടില്ലെങ്കിൽ പോലും, അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ആ കോടതി പരാമർശങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ തിരിച്ച് UDF-ന് വലിയ അടിയാണ് കിട്ടിയിട്ടുള്ളത്. 20 കോടി ചെലവഴിച്ചതിൽ റിപ്പോർട്ട് നൽകാൻ മാത്രമാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഈ സർവേ റദ്ദാക്കിയിട്ടുള്ള, അതായത് സർവേ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള, സർവേ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഈ സർവേ തുടരാം എന്ന് ചുരുക്കം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സർവേയും തുടരും, ഏതാണ്ട് പിണറായി വിജയനും തുടരും. ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിയുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം, സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ രേഖകളൊക്കെ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തി എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുകയും അതിൽ നിന്ന് കഴിഞ്ഞ തവണ വലിയ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുകയും ചെയ്തത് നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പോൾ ഈ കേസുമായി മുന്നോട്ട് പോയിട്ടുള്ളത് അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റും അതുപോലെ എറണാകുളത്ത് നിന്നുള്ള മറ്റൊരു കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗവും അടക്കമാണ് ഈ കേസിന് വേണ്ടി ഹൈക്കോടതിയിലേക്ക് പോയത്. ആ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി കിട്ടി. അപ്പോൾ വലിയ കാര്യമാണെന്ന് അവർ വിചാരിച്ചു, വലിയ നേട്ടമാണെന്ന് അവർ വിചാരിച്ചു, വലിയ പ്രചരണം കൊടുത്തു. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു ഗവൺമെൻറ്. ആ ചലഞ്ച് ചെയ്തപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, നവകേരള സർവേ തുടരാനുള്ള അനുമതി ഗവൺമെൻറ് കിട്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഇത് നടത്തേണ്ടതാണ് എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കൂടി നടത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത്രയും നാൾ ഗവൺമെൻറ് നടത്താനിരുന്ന ഒരു നല്ല കാര്യത്തിന് വെറുതെ തടസ്സം നിൽക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് പ്രതിപക്ഷത്തിൻ്റെ മേലിൽ ഇത് സഹായിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ബ്ലണ്ടറുകൾ തുടർന്നാൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ തുടരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജികൾ നിരന്തരമായി പാളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.